Papa. Papa. ആമനെ എല്ലാവരും സർപ്രൈസ് ആക്കി തന്നെ വരുന്നത് കൂട്ടാൻ പോലെ മജനാണ് എവിടെ കൂട്ടാൻ വരുമ്പോ ദുബൈന്ന് ദുബൈന്ന് സർപ്രൈസ് ആക്കി വരുന്നതിനാ സർപ്രൈസ് ആയിട്ട് വരുമ്പോ മജയില്ല, കൂട്ടാൻ വരുമ്പോ മജയെന്നല്ലേ? അത് നീ ചോദിച്ചത് കറക്റ്റ് ഇടാ. ചില ആൾക്കാരുണ്ടല്ലോ സർപ്രൈസ് ആയിട്ട് നാട്ടിലേക്ക് വരുമ്പോ ചിലപ്പോ പിന്നെ നമ്മുടെ ഭാര്യമാര് പൊരയിലുണ്ടായില്ല, ചിലപ്പോ വേറെ എവിടെയും പോകും. പക്ഷെ ഏറ്റവും നല്ലത് എന്തെന്നറിയോ, സർപ്രൈസ് ആക്കാണ്ട് ദുബൈയിൽ നിന്ന് നമ്മൾ വരുമ്പോ അവരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാകുമ്പോ ആ ഭാര്യമാർക്കും മക്കൾക്കും എത്ര സന്തോഷം ഉണ്ടാവല്ലോ. ഇത് നീ ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം അതാണ്. കാരണം വെച്ചാല് നമ്മൾ ഒരിക്കലും സർപ്രൈസ് ആയിട്ട് വരാൻ പാടില്ല. നമ്മ അത് പറഞ്ഞിട്ട് നമ്മളെ ഭാര്യ നമ്മളെ മക്കളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു ദിവസം അവര് കാത്തിരിക്കുന്ന ഒരു ഉണ്ടല്ലോ. ഒരു മനുഷ്യനെന്ന് വെച്ചാല് ഒരു പ്രവാസിന്റെ ഭാര്യയും ഒരു കല്യാണം ചെയ്യുന്ന ആദ്യ രാത്രിയും അവർക്കത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നീ ചോദിച്ചത് കേൾക്കാം. അപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടല്ലോ, ഒരിക്കലും സർപ്രൈസ് ആയിട്ട് നിങ്ങൾ വരരുത്. ഇപ്പൊ എന്റെ മോന് പറയുന്ന കേട്ടില്ലേ, സർപ്രൈസ് ആയിട്ട് വരരുത്. നിങ്ങൾ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് വരുമ്പോ ഇല്ലേ, അതിനുള്ള സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് ഒന്നും എയർപോർട്ടിൽ കൂട്ടാകുമ്പോൾ അതിനെ കാട്ടിയ സന്തോഷമാണ്. താങ്ക് യു.